അവളുടെ ഒരു മൂഡ് സ്വിങ്സ് എന്ത് പറഞ്ഞാലും ഉണ്ടാവും എനിക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് പറയല്. ഇത് പല ബോയ്സിൻ്റെയും കൺസേൺ ആണ്. ബോയ്സ് ലിസൺ കെയർഫുള്ളി. ഈ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് റിയൽ ആണ് ബ്രോ. നമ്മളെ ഓരോ ഹോർമോണൽ ചേഞ്ചസ്, അതല്ലെങ്കിൽ സ്ട്രെസ്സ്, അതല്ലെങ്കിൽ ഓവർ തിങ്കിങ്, പീരീഡ്സ് ടൈമിലുള്ളത്, ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ഈ മൂഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. അവരുടെ ആ ഒരു റിയാക്ഷൻ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് മൂഡ് സ്വിങ്സ് ആണ്. അതല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ഇങ്ങനെ ബാക്ക് പോയിട്ട് ഒരു 10-15 തവണ ചോദിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം ഇങ്ങനെ കൂടി വരിക എന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാവില്ല. അപ്പം അതിന് പകരം മൂഡ് സ്വിങ്സ് ആണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അവരെ കൂടെ ഒന്ന് നിർത്തി നോക്കുക. അതല്ലാതെ നിങ്ങൾ അവരോട് എന്തെങ്കിലും ആ സമയത്ത് വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂലേക്ക് മാറുക ചെയ്യുക. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവൻ എന്നോടൊപ്പം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവരോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീല് നിങ്ങൾ കൊടുക്കുക. ഈ ഒരു ടൈമിലാണ് കൂടുതൽ കെയർ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടേണ്ട ഒരു ടൈം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗേൾസിൻ്റെ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബോയ്സിൻ്റെ മൂഡ് സ്വിങ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോളൂ.